കളമശ്ശേരി മണ്ഡലത്തിൽ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് 25 കോടി രൂപയാണ് ചിലവഴിക്കുന്നതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ പഠന മികവിന് മന്ത്രി ഏർപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്കൊപ്പം കളമശ്ശേരി ആകാശമിഠായി സീസൺ 4ന്റെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കളമശ്ശേരി മണ്ഡലത്തിൽ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് 25 കോടി രൂപയാണ് ചെലവഴിക്കുന്നതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ പഠന മികവിന് മണ്ഡലം MLA കൂടിയായ മന്ത്രി ഏർപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്കൊപ്പം കളമശ്ശേരി ആകാശമിഠായി സീസൺ 4 പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSLC, +2 ക്ലാസുകളിൽ മികച്ച വിജയം നേടിയവരെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. ഉന്നത വിദ്യാഭ്യാസത്തിലും എല്ലാവരും മികച്ച വിജയം നേടണമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപും സ്കൂൾ PTA പ്രതിനിധികൾ, പ്രധാന അധ്യാപകർ, മാനേജർമാർ ഇവരെ വിളിച്ചു ചേർക്കും. ഈ ഹാളിൽ വെച്ച് തന്നെയാണ് ഈ വർഷം വിളിച്ചു ചേർത്തത്. എന്നിട്ട് അവരെ കേൾക്കും, നിങ്ങൾക്ക് എന്താണ് ഇനി സ്കൂൾ മെച്ചപ്പെടുത്താൻ ചെയ്യേണ്ടത്. അവരാണ് ആദ്യം സംസാരിക്കും. ഇപ്പം ഞങ്ങളാണല്ലോ സംസാരിക്കുന്നത്, നിങ്ങൾ കേൾവിക്കാരാണല്ലോ, റേഡിയോ പോലെയാണല്ലോ. മറ്റത് അവരാദ്യം സംസാരിക്കും. 210 അംഗനവാടികളുണ്ട്. 210 അംഗനവാടി ടീച്ചർമാർ ഈ ഹോളിൽ വിളിച്ചു. എല്ലാ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഈ വർഷവും വിളിച്ചു. എന്താണ് നമ്മൾ ചെയ്യാൻ ചെയ്തത് എന്നത് അവർക്കറിയാം. അതുകൊണ്ട് ഇനി എന്ത് വേണം അവരുടെ അഭിപ്രായം ചോദിക്കും. അങ്ങനെ ഓരോ മേഖലയിലുള്ളവരുടെ അഭിപ്രായങ്ങൾ എല്ലാ വർഷവും കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. SSLC, +2 പരീക്ഷകളിൽ A+ നേടിയവർ, വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ, ഡോക്ടറേറ്റ് ലഭിച്ചവർ എന്നിവർക്കും 100% വിജയം നേടിയ സ്കൂളുകൾക്കുമാണ് മന്ത്രി നേരിട്ട് പുരസ്കാരം നൽകിയത്. മണ്ഡലത്തിൽ ഉൾപ്പെട്ട കളമശ്ശേരി, ഏലൂർ നഗരസഭകളിലെയും ആലങ്ങാട്, കരുമാലൂർ, കടുങ്ങല്ലൂർ, കുന്നുകര എന്നീ പഞ്ചായത്തുകളിലെയും ഉന്നത വിജയം നേടിയവർക്കും മന്ത്രി പുരസ്കാരങ്ങൾ നൽകി. 2500 പേർക്ക് നിയമസഭാ മണ്ഡലത്തിലൊട്ടാകെ കഴിഞ്ഞ 3 വർഷങ്ങളിലായി ആകാശമിഠായി പുരസ്കാരം നൽകി. ഇത്തവണ 900 പേരാണ് പുരസ്കാരത്തിന് അർഹത നേടിയത്. പാതാളം ഏലൂർ നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് അധ്യക്ഷയായി. ഏലൂർ നഗരസഭാ ചെയർമാൻ AD സുജിൽ, പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതീഷ്, ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മനാഫ്, കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ, കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു, കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് മേനാച്ചേരി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ യേശുദാസ് പറപ്പള്ളി, KN രവീന്ദ്രൻ, മുൻ MLA AM യൂസഫ്, ഏലൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജയശ്രീ സതീഷ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA മാഹിൻ, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബൂബക്കർ, വാർഡ് കൗൺസിലർ അംബികാചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കളമശ്ശേരി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്